നമ്മുടെ CAPF സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്ക് അസിസ്റ്റന്റ് കമാൻഡന്റ് പോസ്റ്റിലേക്കുള്ള അപേക്ഷ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. UPSC വിളിക്കുന്ന ഒരു എക്സാമാണ്. ഇതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ആണിത്. ആരെങ്കിലും അപേക്ഷിക്കാനോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഡിഗ്രിയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും CRPF, BSF, CISF പോലുള്ള സേനകളിൽ അസിസ്റ്റന്റ് കമാൻഡന്റ് ആവാനുള്ള ഓഫീസർ റാങ്കിൽ ഗസറ്റഡ് പോസ്റ്റാണ്. നല്ല റാങ്കാണ്. അപ്പോൾ അതിലേക്ക് എത്തിച്ചേരാനുള്ള വളരെ മികച്ചൊരു അവസരമാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. സോ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 12/3/2026 വളരെ പെട്ടെന്ന് അപേക്ഷിക്കുക. അപേക്ഷൻ്റെ പ്രോസസ്സ് വലുതാണ്. നിങ്ങൾ സിവിൽ സർവീസിനൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോസസ്സ് ഒന്നുകൂടെ കുറയും. അതല്ലാന്നാണെങ്കിൽ വലിയൊരു പ്രോസസ്സാണ്. മൊത്തം രജിസ്റ്റർ ചെയ്ത് കൊണ്ടുവരുമ്പോഴേക്ക് അത്യാവശ്യം സമയം എടുക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുകൂടാതെ കുറച്ച് എക്സാം ടഫാണ്. എക്സാമിന് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് പോകണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സിവിൽ സർവീസിനേക്കാളും കുറച്ച് കട്ടിയാണ് ഇതിൻ്റെ പരീക്ഷ എന്ന് എനിക്ക് പലപ്പോഴും ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അത് ഓരോരുത്തരുടെ ഒപ്പീനിയനാണ്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ നിങ്ങൾ ഡെപ്തിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതിൻ്റെ എക്സാമിനേഷൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ വിശദീകരിച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു ദിവസമാണ് പരീക്ഷ. രാവിലെ നമുക്ക് ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ടൈപ്പ് ആയിരിക്കും. ഉച്ചയ്ക്ക് ശേഷം ഡിസ്ക്രിപ്റ്റീവ് എഴുത്ത് പരീക്ഷയായിരിക്കും. അപ്പോൾ ആ ഒരു 2 പേപ്പർ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ ഉണ്ടാവും, പിന്നെ ഇൻ്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ പെർസെൻറ്റേജ് വൈസ്, എത്ര കട്ട് ഓഫിലേക്ക് നമുക്ക് കയറണം, ഏതാണ് പഠിക്കാൻ പറ്റിയ ബുക്സ്, ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ മുൻപ് ചെയ്തതാണ്. അപ്പോൾ അതിലേക്ക് അധികം കടക്കാതെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാവുന്നതാണ്. സോ അസിസ്റ്റന്റ് കമാൻഡന്റിലേക്ക് നിങ്ങൾക്ക് UPSCൻ്റെ വെബ്സൈറ്റ് വഴി, ഈ ഒരു വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. വെബ്സൈറ്റ് ലിങ്കും പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്കും ഓൾസോ നമ്മൾ മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് നിങ്ങൾക്ക് താഴെ ലഭിക്കുന്നതായിരിക്കും. ലാസ്റ്റ് ഡേറ്റ് March 12 നമ്മൾ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇവിടെ കാണാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വന്നിട്ടുള്ള പോസ്റ്റിലേക്ക് കിടക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. BSF ഉണ്ട്, CRPF ഉണ്ട്, ITBP ഉണ്ട്, SSB ഉണ്ട്, CISF ഉണ്ട്. ഓരോരോ പോസ്റ്റിനും വന്നിട്ടുള്ള വേക്കൻസികൾ ചുവടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. 349 ഒഴിവുകളാണ് മൊത്തത്തിൽ വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ എവിടെ വെച്ചൊക്കെയാണ് പരീക്ഷ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. കൊച്ചി, എറണാകുളത്ത് നമുക്ക് പരീക്ഷയുണ്ട്. ട്രിവാൻഡ്രം, തിരുവനന്തപുരത്ത് നമുക്ക് പരീക്ഷയുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഈ 2 സ്ഥലത്താണ് കേരളത്തിൽ നമുക്ക് പരീക്ഷ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. UPSCൻ്റെ മറ്റ് പരീക്ഷകൾ പോലെ 3 സെൻറ്റർ കേരളത്തിൽ നൽകുന്നില്ല. 2 സെൻറ്റർ മാത്രമേ ഈ ഒരു പരീക്ഷയ്ക്ക് കേരളത്തിലുള്ളൂ. അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഒരു ഡിഗ്രി മതി. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഒരു ഡിഗ്രി മതി. പിന്നെ NCC സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ, അതായത് NCC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂവിന് മുൻഗണനയും കാര്യങ്ങളൊക്കെ ലഭിക്കും. അല്ലാതെ പരീക്ഷയ്ക്ക് അഡീഷണൽ മാർക്കൊന്നുമില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും SC ST ഫീമെയിൽസിനൊന്നും ഫീസില്ല. ബാക്കിയുള്ള എല്ലാ ആൺകുട്ടികളും 200 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് അടക്കേണ്ടത്. SC ST വിഭാഗത്തിൽപ്പെടുന്ന ആൺകുട്ടികൾക്കും ഫീസ് ഉണ്ടാവുന്നതല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കും. അതുപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കേണ്ട പ്രായപരിധി 20 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. 2 ഓഗസ്റ്റ് 2001 അതുപോലെ തന്നെ 1 ഓഗസ്റ്റ് 2006 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ മുൻപ് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഇതിൻ്റെ ഫിസിക്കലിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിസിക്കലിൻ്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ കാണുന്നത്. 100 മീറ്റർ ഓട്ടം ആൺകുട്ടികൾക്ക് 16 സെക്കൻഡ്, പെൺകുട്ടികൾക്ക് വനിതകൾക്ക് അതായത് 18 സെക്കൻഡ്. നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം. 800 മീറ്റർ റേസ് ഉണ്ട്. 3 മിനിറ്റ് 45 സെക്കൻഡാണ്. അതുപോലെ 4 മിനിറ്റ് 45 സെക്കൻഡാണ് വനിതകൾക്ക്. ലോങ് ജമ്പ് ഉണ്ട്. 3.5 മീറ്ററാണ് പറഞ്ഞിട്ടുള്ളത്. 3 ചാൻസ് കിട്ടും ആൺകുട്ടികൾക്ക്. അതുപോലെ പെൺകുട്ടികൾക്ക് 3 മീറ്റർ 3 ചാൻസിലായിട്ട് പറയുന്നതും കാണാൻ സാധിക്കുന്നതാണ്. ഷോർട്ട് പുട്ട് 7.26 കിലോഗ്രാമിൻ്റെ 4.5 മീറ്റർ ത്രോ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 3 ചാൻസ് അതിനും ലഭിക്കും. ഇതാണ് ഫിസിക്കൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ സിലബസ് കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തുകൊണ്ട് അതിലേക്ക് ആഴത്തിൽ കടക്കുന്നില്ല. അപേക്ഷിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ടുള്ള ലിങ്കും അതുപോലെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്കും എല്ലാം നിങ്ങൾക്ക് താഴെ ലഭിക്കും. നിങ്ങളുടെ അറിവിൽ സുഹൃത്തുക്കളിൽ ആരെങ്കിലും യൂണിഫോം ജോബൊക്കെ ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ടാകും. അപ്പോൾ അവരിലേക്ക് ഷെയർ ചെയ്യുക. ഓൾസോ UPSCക്കൊക്കെ തയ്യാറെടുക്കുന്ന UPSCൻ്റെ ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെയും ഷെയർ ചെയ്യാൻ മറക്കണ്ട.